ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ആയാലും ഹെയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കും അല്ലയോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് പോയാലോ. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ കുറിച്ചും ഹെയറിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാ ബ്യൂട്ടീഷ്യന്മാരുടെ കയ്യിലും എത്ര ഫേമസ് ആയ ആൾക്കാരുടെ കയ്യിലും ഇരിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് തികച്ചും നിങ്ങൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ വരുന്നതായാലും അല്ലാതെ നിങ്ങളുടെ പല മാഗസീൻസിനൊക്കെ വരുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയും ഫേസിനകത്ത് അത് റിയാക്ട് ചെയ്യുന്നത് മൂലം പലമാതിരി പ്രോബ്ലംസ് നിങ്ങളുടെ ഫേസിനകത്ത് വരികയും പിമ്പിൾസ് വരുന്നതിനൊക്കെ ചാൻസ് വളരെ കൂടുതലായിട്ട് കണ്ടെത്താനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ കാണുന്നതും അവർ പറയുന്നതും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതും മൂലം നിങ്ങളുടെ സ്കിന്നിനത് പ്രോബ്ലംസ് വരാറുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഏതാണെന്നും നിങ്ങൾക്ക് സ്കിന്നിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാർലറുള്ള ഒരു വ്യക്തിക്കാണെങ്കിലും നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ ഒരു കാര്യം പ്രയോജനപ്പെടും. ഇപ്പോൾ എല്ലാവർക്കും ഒരേ ടൈമിൽ തന്നെ സ്കിൻ ഒരേ രീതിയിൽ തന്നെ നിലനിൽക്കില്ല. കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ സ്കിന്നിനായാലാണെങ്കിലും ഹെയറിനകത്താണെങ്കിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പലർക്കും മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് മൂലം സ്കിന്നിനകത്തുണ്ടാകുന്ന ചേഞ്ചിങ് വളരെയധികം കണ്ടെത്താറുണ്ട്. ഇപ്പം പറഞ്ഞു വരുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ നോർമൽ സ്കിന്നാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നിലേക്ക് എത്താനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരിയാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് വരുമ്പോൾ ആ കൂട്ടുകാരുടെ സ്കിന്ന് നമ്മൾ ചുമ്മാ ഇതിനൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഇവിടെ ഓയിലി ആയിട്ടിരിക്കും. ഓക്കെ, ഈ ഭാഗത്ത് നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് അതായത് മൂക്കിൻ്റെ കോർണർ ഭാഗത്താണെങ്കിൽ ചിലപ്പോൾ അവിടെ ഡ്രൈ ആയിരിക്കും. അത് ഏത് സ്കിന്നാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റില്ല. ഭയങ്കര കൺഫ്യൂഷനായി പോകും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നത് മൂലം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് വരും. ഇത് തികച്ചും ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നത് മൂലം നമുക്കതിൻ്റെ റീപ്ലൈ അവരൊരു മെസ്സേജ് വഴി അതായത് അതിൻ്റെ താഴെ തന്നെ തരുന്നതായിരിക്കും. ഇതൊരു കമ്പനിയുടെ പ്രൊമോഷനോ ഒന്നുമല്ല, തികച്ചും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ബ്യൂട്ടീഷ്യൻ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ, മറ്റൊരു മുന്നോട്ട് ഡിപ്ലോമ കോഴ്സ് അങ്ങനെയൊക്കെയുള്ള കോഴ്സിൻ്റെ നോട്ട്സുകൾ ഞാൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് എനിക്ക് എന്താണ് യൂസ്ഫുൾ ആകും എന്നുള്ളത് മനസ്സിലാക്കിയത് തന്നെ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനിത് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കിയപ്പോൾ തികച്ചും സത്യം തന്നെയാണ്. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് എന്തെല്ലാം നമുക്ക് ചെയ്യാം എന്നുള്ളത് അവർ തന്നെ ആ ഒരു ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഓൾറെഡി ഇത് ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഫേക്ക് അല്ല എന്ന് എനിക്ക് വിശ്വാസം വന്ന് അതുകൊണ്ടാണ് ഈ കാര്യം എൻ്റെ ഒരു ലൈഫിൽ ഇപ്പം 1 ഇയർ കൊണ്ട് ഞാൻ 1-2 ഇയറോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഫേക്ക് അല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പലർക്കും ഞാൻ ഇതുവഴി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് തന്നെ അവർക്കതൊരു ചേഞ്ചിങ് വന്നിട്ടുണ്ട്. അന്നേരം അവർ തന്നെ നമുക്കിപ്പം ഡോക്ടേഴ്സ്മാരുടെ അടുത്ത് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അത് യൂസ്ഫുൾ ആകുന്നത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ പറയുകയും ചെയ്യും ഇത് തികച്ചും സത്യസന്ധമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണെന്നുള്ളത്. ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ സംഭവം എടുക്കുവാണ്. ഡെയിലി ബ്യൂട്ടി കെയർ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 1 മില്യൺ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിനകത്ത് കാണുന്ന പല കാര്യമെന്ന് വെച്ചാൽ ഇതുപോലൊക്കെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഹെയർ, സ്കിന്ന് ഒക്കെയുണ്ട്. നമുക്കിതിനകത്തോട്ട് ചെക്ക് ചെയ്യാം. അതായത് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലാണ് കാണുന്നത്. നമ്മുടെ സ്കിൻ ടൈപ്പ് ഓൾറെഡി ഇതിനകത്ത് പല ടൈപ്പ് സ്കിന്നിനെ കുറിച്ചും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് എടുക്കുന്നത്. അന്നേരം ഇതിൻ്റെ അടുത്ത് ചെയ്യേണ്ട കോക്കനട്ട് ഓയിലിൻ്റെയും പപ്പായ മാസ്ക് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് കോക്കനറ്റിനെ വെച്ച് നമുക്ക് ചെയ്യേണ്ട അതായത് ആ സ്കിന്നുകാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ആക്നി ഉള്ള സ്കിന്നുകൾക്കുള്ള കാര്യങ്ങൾ, ലെമൺ ജ്യൂസ്, അങ്ങനെ ഈ ബ്രഷ് വെച്ചിട്ട് ഓൾറെഡി പല ആൾക്കാരും യൂട്യൂബ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹണി മാസ്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്.
ഏറ്റവും കൂടുതൽ പിമ്പിൾ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പല ആൾക്കാർക്കും ഡൗട്ടാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനകത്ത് ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫെയർ സ്കിൻ, അങ്ങനെ പല, അതായത് നമ്മുടെ പല സ്കിന്നിനകത്തുണ്ടാകുന്ന പല പ്രോബ്ലംസിനും സോൾവ് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും, ഡാർക്ക് ലിപ്സ്, അങ്ങനെ പൊരിഞ്ഞിളകുന്നതൊക്കെ. ഇനി അടുത്ത ഞാൻ പോകാൻ പോകുന്നത് ഹെയറിനകത്ത് ഡാൻഡ്രഫ്. ഫസ്റ്റിലത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രോബ്ലമാണ് ഡാൻഡ്രഫ് തന്നെ. ഡാൻഡ്രഫിന് ചെയ്യുന്ന കാര്യങ്ങൾ പലരും പറയാറുണ്ട് ഫേക്കാണ്, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫേക്കാണെന്നൊക്കെയുള്ളൊരു വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ബ്യൂട്ടീഷ്യൻ മേഖലയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പല ആൾക്കാരും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തന്നെ. അതാണ്ട് ആപ്പിൾ സൈഡ് വിനാഗർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയറിനെ തേൽക്കുന്നത് കൊണ്ട് ഹെയറിന് പ്രോബ്ലംസ് വരുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. അതൊക്കെ ഫേക്കാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലുമല്ല. ബ്യൂട്ടി സയൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തേക്കുന്നതും ഈ ഒരു ഹണി കൂടാതെ തന്നെ ആപ്പിൾ സൈഡ് വിനാഗറിനെയും കുറിച്ചും അതിൽ പറയുന്നുമുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്കറിയാമോ ഡാൻഡ്രഫ് മാറുന്നതിന് ഓയിൽ പീൽ പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ ഹെയറിന് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഡാൻഡ്രഫ് മാറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ, നിങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസം വരാത്തൊരു സംഭവമാണ് ബേക്കിംഗ് സോഡയെക്കുറിച്ച് പറയുമ്പോൾ. പലരും അത് പറയുമോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, മുടി മൊത്തത്തോടുകൂടി പോകും. ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്ന, സ്കിന്നിൽ നിന്ന് ഇൻഫെക്ഷൻ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും കൂടുതൽ പറയുന്നൊരു സംഭവമാണ് നമുക്ക് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സിൽക്കി ഹെയർ. നമുക്ക് പല ഹെയറിന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഹെയർ ഫാള് ഒക്കെ, അതായത് മുടി പൊഴിച്ചിലിനെ കുറിച്ചും അതിനൊക്കെയുള്ള ഹെയർ ഫാളിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനകത്ത് നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയത്തില്ല, നമ്മുടെ വെളുത്തുള്ളിയുടെ ഒരു ബെനിഫിറ്റ് എന്താണ് നമ്മുടെ ഹെയറിന് നൽകുന്നത് എന്നുള്ളത്. വെളുത്തുള്ളി യൂസ് ചെയ്തുകൊണ്ടുള്ള അതിനെക്കുറിച്ച് നമ്മുടെ ഹെയറിന് എന്തെല്ലാം നൽകും എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ബ്യൂട്ടി സയൻസിനകത്ത് ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നതും വെളുത്തുള്ളിയെക്കുറിച്ച് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അത് പലർക്കും അറിയാത്തൊരു സംഭവമാണ്. നിങ്ങൾക്ക് തെളിവ് സഹിതമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ ഒരിക്കലും ഫേക്കല്ല നിങ്ങളോട് പറയുന്നത് തന്നെ. എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ സവാളയുടെ കാര്യം, ഹെന്ന, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉള്ളവർക്ക് എടുക്കാവുന്ന ഡയറ്റുകൾ, അതായത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് പറയുന്നത്. അതായത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് പല ആഹാര കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഓപ്ഷനാണ് നിങ്ങൾക്ക് എടുക്കാവുന്നത്. പിന്നെ എക്സസൈസ്, നിങ്ങളുടെ ഹെയറിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസ് ഓൾറെഡി എല്ലാ കാര്യത്തിനും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാം ഒരേ എക്സസൈസാണ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ. ഒരിക്കലും വേറൊരു എക്സസൈസിലോട്ട് പോകുന്നില്ല. യോഗ അതിൽ രീതിപ്പെടുന്ന പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. അത് ചെയ്യുന്നത് മൂലം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും ഹെയർ ഗ്രോത്ത് ആയാലും സ്കിന്നിനായാലും ഒക്കെ ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്കിന്നിനെ കുറിച്ചാണ് പറയുന്നത്. അത് പല രീതിയിലുള്ള സ്കിന്നുകളുണ്ടല്ലോ നമുക്ക് ഓൾറെഡി. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് സ്ത്രീകളെ അപേക്ഷിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന പാടുകൾ, സ്കെച്ച് മാർക്കുകൾ മാർക്കുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നതും, അതായത് വിക്സ് വെച്ചിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ബേക്കിംഗ് സോഡയിൽ ചെയ്യാവുന്നത് നമുക്ക് 30 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാടുകൾ വരെ മാറ്റാൻ കഴിയുന്ന മെത്തേഡ് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഡയറ്റും പറയുന്നുണ്ട്. ഞാൻ ഡയറ്റും നിങ്ങളെ കാണിച്ചു തരാം. അതായത് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നതും വൈറ്റമിൻ എ, സി അടങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. പിന്നെ പ്രോട്ടീൻ, ഹെൽത്തി വാട്ടർ ഒക്കെ, അങ്ങനെയുള്ള നമ്മുടെ ഓരോ ഒക്കെ പറയുന്ന കാര്യങ്ങൾ. പിന്നെ എക്സസൈസ് പെടുമ്പോൾ ഈ രീതിയിലുള്ള എക്സസൈസ് നമ്മൾ അതിൽ പെടുന്നുണ്ട്. അതായത് പല വ്യായാമങ്ങൾ, പെൺകുട്ടികൾക്കാകുമ്പോൾ വയറ് കൂടുന്നതൊക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് മാറ്റുന്നതിന് ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അതുമൂലം നമ്മുടെ വയറ്റിൻ്റെ പാടുകൾ, അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ ചൊറിയുന്ന പാടുകൾ വരെ മാറ്റാനായിട്ട് സഹായിക്കും. ഇത് നിങ്ങളെ വിശദീകരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫേക്ക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഞാനൊരു കമ്പനിയുടെ പ്രൊമോട്ടിങ് ചെയ്യുമല്ല, ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത് തന്നെ. അതിന് വേണ്ടി പലരുടെയും കണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന ഡാർക്ക്, അങ്ങനെ പല പ്രോബ്ലംസിനും സോൾവ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പ്. അത് തന്നെ ഞാൻ എടുക്കാം. അതിനുവേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. കോക്കനട്ട് മിൽക്ക്, നമ്മുടെ എല്ലാവരുടെ മാസ്ക്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് പല ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെയാണെന്ന് അവർ പറയുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ എക്സസൈസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക്നെസ് മാറ്റുന്നതിനും. കൂടാതെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നത് മൂലം നമ്മുടെ കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പ് മാറ്റാൻ പറ്റും. അതിനകത്ത് 5 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് പറയുന്നത്. ബാക്കി 3 എണ്ണം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 എക്സസൈസും ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക.
ഇതിൽക്ക് വാക്സിൻ, ഹോം മെയ്ഡ് വാക്സിൻ ഉണ്ട്. അത് പല രീതിയിലുള്ള ചോക്ലേറ്റ് വാക്സിൻ, നമുക്ക് ഹണി ആൻഡ് ഷുഗർ വാക്സിൻ, അങ്ങനെ പല രീതിയിലുള്ള വാക്സുകളുണ്ട്. അതിനകത്ത് വാക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈകൾക്ക് ചർമ്മത്തിന് പൊരിഞ്ഞൊഴുകുന്നതും പിന്നെ ത്വക്ക് രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്, അതായത് ഇൻഫെക്ഷൻ മൂലം. അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്ന ഡയറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സസൈസ്, അതായത് സ്കിന്നിൻ്റെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയും ഫേസിൻ്റെ ഹെയർ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള വ്യായാമങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പൊട്ടിപ്പോകുന്ന പ്രോബ്ലംസ് വരാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിന് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കുണ്ടാവുന്ന പ്രശ്നമാണ് നമ്മുടെ വെജൈനിങ് ഭാഗത്തുണ്ടാവുന്ന ഡാർക്ക്നെസ്. അതിനുവേണ്ടി ഞാൻ ഈയിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പെടുന്ന പല കാര്യങ്ങളും ഇതിൽ പെടുന്നതുമുണ്ട്. നമുക്ക് പൊഷത്തുണ്ടാകുന്ന വിയർപ്പ് തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം മാറ്റുന്നതിനും പിന്നെ നമുക്ക് കൈപ്പൊഷത്ത്, അതായത് നമ്മുടെ ഡാർക്ക്നെസ് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പെടുന്നത്. പല കാര്യം മാറ്റുന്നതിന് വേണ്ടി സ്പ്രേ ചെയ്യാറുണ്ട്. അത് കൂടുതലും കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിൽ പറയുന്നുണ്ട് പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് തന്നെ അത് വലിയ ഡാമേജ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഉപ്പൂറ്റി വെടിച്ച് കീറുന്നതിനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് കുറേ കാര്യങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മൗത്ത് വാഷ് യൂസ് ചെയ്യാറുണ്ട്. മൗത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ വെടിച്ചീറ്റിൽ മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. തീർച്ചയായും അത് മാറ്റാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉപ്പൂറ്റി വെടിച്ചീറൽ നമുക്കൊരു മാറ്റാൻ പറ്റും. അത് നമ്മളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഓപ്ഷൻ നോക്കുക, സ്കിൻ ടൈപ്പ് ടെസ്റ്റിംഗ്. അതായത് നമ്മൾ സ്കിൻ ടെസ്റ്റ് ചെയ്യാൻ പോകുക, നിങ്ങളുടെ വയസ്സാണ് കറക്റ്റ് ചോദിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കറക്റ്റായിട്ട് കൊടുക്കുക, എൻ്റെ വയസ്സ് ഇതാണ് അത്ര എഴുതി കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ആണാണോ പെണ്ണാണോ, അതായത് നിങ്ങൾ ആണാണോ പെണ്ണാണോ ഉള്ളത് നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ പെണ്ണായതുകൊണ്ട് ഞാൻ പെണ്ണിൻ്റെ അടുത്തോട്ട് കൊടുത്തു. എന്നിട്ട് നെക്സ്റ്റ് അയക്കുക. ഇപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും ഇതിൽ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും രീതിയിലുണ്ടാകുന്ന പൊരിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇപ്പം ഞാൻ അടിച്ചു കൊടുക്കാം. അതായത് ഇപ്പം അതിനകത്ത് ചോദിക്കുന്ന ഡാർക്ക് സ്കിന്നാണോ, ആക്നി, പിമ്പിൾസ് ആണോ, അങ്ങനെയുള്ള കാര്യം ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് എല്ലാവരിലും കാണുന്നത് ഇതാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് അടിക്കാം. റിയലും നമുക്ക് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ തന്നെ പറ്റുമല്ലോ. അത് വായിച്ചതിന് ശേഷം, അതായത് നിങ്ങളുടെ ചർമ്മത്തിന് എന്താണോ പ്രോബ്ലം, അതായത് നിങ്ങൾക്ക് വെയിലേറ്റുമ്പോൾ എന്തെങ്കിലും സ്കിന്നിനകത്ത് എന്തെങ്കിലും ഉണ്ടാകുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതിന് ശേഷം അടിക്കുക, എന്താണോ അത് കൊടുക്കുക. ഞാനിപ്പോൾ മേക്കപ്പ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് മേക്കപ്പിൻ്റെ കൊടുത്തു. ടൈപ്പിനെ കുറിച്ചുള്ളത് വന്നിരിക്കുന്നു. യുവർ സ്കിൻ ടൈപ്പ് ഓയിലി അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്കിൻ ടൈപ്പ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം ഡൺ അടിക്കുക. ഡൺ അടിച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് പല കാര്യങ്ങൾ, അതായത് നമ്മുടെ ചർമ്മം ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇതിൽ പെടുന്നുണ്ട്. അതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്ന ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി നിങ്ങൾക്ക് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചർമ്മത്തെ മനസ്സിലാക്കാനും മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ ആയാലും ഹെയറിനെ ആയാലും കെയർ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. പലരും ഇത് സീക്രട്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ബ്യൂട്ടീഷ്യന്മാരും ഡോക്ടേഴ്സും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, 1 മില്യൺ ആപ്ലിക്കേഷൻ ഈ ആൾക്കാർ എടുത്തിട്ടുണ്ട്, യൂസ് ചെയ്യുന്നതുമുണ്ട്. നിങ്ങളിത് തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് 100% നിങ്ങളുടെ സ്കിന്നിനുമായാലും ഹെയറിനായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയല്ലോ. ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത്. നമ്മൾ ഡീറ്റെയിൽ കാര്യങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇത് വരുന്നത്. കാരണം തികച്ചും സത്യസന്ധമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതൊരു ഫേക്ക് ആപ്ലിക്കേഷൻ അല്ല. നിങ്ങൾ ഇതിനുവേണ്ടി പൈസ മുടക്കേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ല. നമുക്കിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സജഷൻ മേടിക്കുന്നതിനെ കൂട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ സജഷൻ കണ്ടെത്താനായിട്ട് പറ്റും. ഇതൊക്കെ കൊറോണ ഒക്കെ വരുന്നതിനെക്കാട്ടി എത്രയോ കാലങ്ങൾക്ക് മുമ്പേ തന്നെയുള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണെന്നറിയോ. ഇത് നമ്മുടെ ഒരു മെഡിക്കൽ സ്കിൻ മെഡിക്കൽസിൻ്റെ കയ്യിലിരിക്കുന്നതും ബ്യൂട്ടീഷ്യന്മാരുടെ കയ്യിലും ഇരിക്കുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും ബ്യൂട്ടി പരമായിട്ട് അറിയാനും അവർക്കത് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്തു നോക്കുമ്പോഴേ നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടി കാണട്ടെ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരുന്നതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ അമർത്താൻ കൂടി മറക്കരുത്.
നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ, അതായത് ഈ ഒരു ഇന്നത്തെ വീഡിയോയുടെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾ ചോദിക്കുക, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.